കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി നിയമം ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്നു. നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റും SIO കേരളയും കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം ഉപരോധിക്കും. ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങൾ കായികമായും നിയമപരമായും നേരിടും. അത് കള്ളിഷാപ്പിലിരുന്ന് കുശുകുശു പറയുന്നവരായാലും മേടയിലിരുന്ന് താളത്തിൽ പറയുന്നവരായാലും ശരി. ഇതിനെതിരെ ശക്തമായി തെരുവുകൾ പ്രക്ഷുബ്ധമാക്കുക എന്നുള്ളത് ഇന്നിന്റെ ആവശ്യമാണ്. കേരളത്തിൽ ഇതുവരെയും പ്രഖ്യാപിക്കപ്പെട്ടതിൽ ഏറ്റവും വലിയ വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ ഏറ്റവും വലിയ പ്രതിഷേധമാണ് ഏപ്രിൽ 9 കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം ഉപരോധിച്ചുകൊണ്ട് SIOയും സോളിഡാരിറ്റിയും സംഘടിപ്പിക്കുവാൻ പോകുന്നത്. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ കരിപ്പൂർ വിമാനത്താവളത്തിൽ സോളിഡാരിറ്റി SIO സംഘടനകൾ ആഹ്വാനം ചെയ്ത പ്രതിഷേധത്തിനെതിരെ മുന്നറിയിപ്പുമായി പോലീസ്. പ്രവർത്തകരുമായി വരുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കുമെന്ന് കൊണ്ടോട്ടി DYSP അറിയിച്ചു. ഭരണകൂടങ്ങളുടെ കൊടും ഭീകരതകൾക്ക് മുമ്പിൽ ഒട്ടും മടിപതറാകുന്നിട്ടുള്ളവരാണ് ഞങ്ങൾ. വഖഫ് ഭേദഗതി നിയമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് സോളിഡാരിറ്റിയുടെ കോഴിക്കോട് എയർപോർട്ട് ഉപരോധം ഇപ്പോൾ നടക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളിലേക്ക് ആദ്യം പോകാം. ജലപീരങ്കിയൊക്കെ പ്രയോഗിക്കുന്നുണ്ട്. ഇവിടെ ആരും ഒന്നും തന്നില്ല, ഇവിടെ ഒന്നും കിട്ടിയില്ല. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. വഖഫ് നിയമം പൊളിച്ചെഴുതിയ കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെ വിവിധ മുസ്ലിം സംഘടനകൾ സംസ്ഥാനത്ത് നടത്തുന്ന പ്രതിഷേധങ്ങളുടെ പോക്ക് എങ്ങോട്ടാണ്? തീവ്ര ഇസ്ലാമിക ആശയങ്ങൾ പിന്തുടരുന്ന മുസ്ലിം ബ്രദർഹുഡിന്റെയും ഹമാസിന്റെയും നേതാക്കളുടെ ഉയർത്തിയുള്ള പ്രതിഷേധമാണ് 2 ദിവസം മുൻപ് കരിപ്പൂർ വിമാനത്താവളത്തിന് മുന്നിൽ കണ്ടത്. മതി, ഇത് ധാരാളം മതി. ഇനിയിപ്പൊ എന്നാ ചെയ്യും? ഇതാരെങ്കിലും പറഞ്ഞറിഞ്ഞ് ഇപ്പൊ വരും പുന്നാര മരുമോൻ. എന്നാടാ കോഴിക്കോട് വിമാനത്താവളം ഉപരോധിക്കാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ആഭിമുഖ്യത്തിൽ മതഭീകരവാദികൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് വലിയൊരു നീക്കം നടത്തുകയുണ്ടായി. ഇത് കണ്ടോ? ക്രമസമാധാന നില ആകെ തകരാറിലായിരിക്കാണ്. പോലീസ് നിർവീര്യമായി നിൽക്കുക. ആ പ്രകടനത്തിലുടനീളം പ്രദർശിപ്പിക്കപ്പെട്ട ചിത്രങ്ങളും ഉയർത്തപ്പെട്ട മുദ്രാവാക്യങ്ങളും ഈ രാജ്യത്തിനെതിരായി നിലകൊള്ളുന്ന ആഗോളതല ഭീകരവാദ സംഘടനകളുടെ സന്ദേശമായിരുന്നു. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യാ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. എന്നാ സാറേ, മനസ്സിലായോ?